ബേബ്സ് വെൽക്കം ബാക്ക്. ഡോണ്ട് ബി ടു ഇമോഷണലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കാണുന്നത്, അഥവാ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം. അതിന് മുന്നേ ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നവരോട്, നമുക്ക് 5 ചാനലുണ്ട്. അതിലൊന്നുപോലും ഞാൻ ബാക്കപ്പിന് വേണ്ടി തുടങ്ങിയ ചാനലല്ല. എല്ലാം തന്നെ ഒരെണ്ണത്തിൻ്റെ പ്രശ്നം കിട്ടുമ്പം അടുത്ത് തുടങ്ങുന്നതാണ്. അങ്ങനെ കുറഞ്ഞത് 5 പ്രാവശ്യം എന്നല്ല, എന്നാൽ പോലും കുറഞ്ഞതൊരു 5 പ്രാവശ്യം ഞാൻ ഒന്നേന്ന് തുടങ്ങിയിട്ട് ഒരു ചാനലിൽ 2000 സംതിങ് സബ് ഉണ്ട്, ഒന്നിൽ 4000 സംതിങ്, ഒന്നിൽ 6000 സംതിങ്, ഒന്നിൽ 11,000 സംതിങ്, ഒന്നിൽ 9,000 സംതിങ്. ഒന്നേന്ന് തുടങ്ങുക പിന്നെയും കെട്ടിപ്പിടുത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് ഞാൻ ശരിക്കും ടയേർഡായി. ഇപ്പം ഈ ചാനൽ നോക്കിയാൽ പോലും 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒന്നേന്ന് തുടങ്ങുന്നത്. ഒന്നേന്ന് തുടങ്ങുക എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 4 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഒരു കേക്ക് കിട്ടുന്നത് കഷ്ടിയാണെന്നുള്ള രീതിക്കാണ് വ്യൂസ് കിട്ടുക. ശരിക്കും വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡീമോട്ടിവേഷനാണ്. എനിക്കത് കാണുമ്പോൾ വിഷമം വന്നിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാൻ പോലും തോന്നില്ല. എന്താ പറയുക, വല്ലാത്തൊരു വിഷമമാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 2 to 2.5 വ്യൂസ് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമൊന്നുമില്ല, ഒരു സമാധാനമൊക്കെ കിട്ടും. ഇപ്പോൾ തുടങ്ങിയവർക്കേ വ്യൂ കുറവ് കിട്ടുമ്പോൾ വിഷമമായിരിക്കും. അപ്പം ഞാൻ ഇത്രയും കൊല്ലമായിട്ട് മാക്സിമം, അതും എനിക്ക് ഒട്ടും പറ്റാത്ത അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അത് ഒരു വീഡിയോ ഇടാൻ തന്നെ എനിക്ക് അത്രയും സമയം എടുക്കും. എപ്പോൾ നോക്കിയാലും ഒരു 1000 കടം പറഞ്ഞിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇടുന്നുണ്ടാവുക. അങ്ങനെ ഇടുന്നതും കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര വിഷമമാണ്. പോരാത്തതിന് ഏതെങ്കിലും ഒരു ചാനലിന് 3 സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ ഫുള്ള് ചാനലും പോകും, അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാനലും പോകും. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇനിയും പറഞ്ഞ് വെറുപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ജെയിൻ ഓൾറെഡി പാട്രിക്കിൻ്റെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് മര്യാദയ്ക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല. അതുമാത്രമല്ല താഴെ നോക്കിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ സമയത്തൊക്കെ പാട്രിക്ക് നോക്കുന്ന നോട്ടത്തെക്കുറിച്ചാണെങ്കിൽ പറയാതിരിക്കുകയാണ് ഇത്. ഇന്നും ജെയിൻ കാലേ ചവിട്ടി പോകുന്നുണ്ട്. ക്ഷമ ചോദിക്കുമ്പം നീ എന്നെ നോക്ക്, താഴെ നോക്കിക്കൊണ്ടിരുന്നാൽ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ഉണ്ടാവും, ഗ്രേസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. പിന്നെയും ഡാൻസ് കളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് നോക്കുന്നില്ല. നന്നായിട്ട് നോക്ക്, തെറ്റുകൾ വരുത്താൻ ഒരിക്കലും ഭയപ്പെടരുത്. നീ ബാറിന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, നീ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും പ്രൗഡായിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്ത് അതിൽ മിസ്റ്റേക്സ് വരുത്തുന്നത്. മാത്രമല്ല, നീ എൻ്റെ കൂടെയുള്ളപ്പം നീ നിന്നിൽ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. നീ നന്നായിട്ടാണോ ചെയ്യുന്നേ അല്ലേ എന്നുള്ള കാര്യത്തിൽ വറീഡാവരുത് എന്നും പറഞ്ഞ് ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം വളരെ നന്നായിട്ട് തന്നെ ജെയിൻ കളിക്കുന്നുണ്ട്, ഒരു മിസ്റ്റേക്സും വരുത്തുന്നില്ല. പക്ഷെ അത്രയും അടുത്ത് നിൽക്കുന്നതും കൊണ്ട് കുറച്ച് നെർവസ് ആയിട്ടുണ്ടെന്ന് മാത്രം. കണ്ടോ, നിന്നെ കൊണ്ട് പറ്റി, നീ ഇത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ കയ്യിലെ പിടിച്ച് നിർത്തിയിട്ട് ഇനി എപ്പോഴാ കാണുവാന്ന് ചിരിച്ച് കുറച്ചൊരടുത്തേക്ക് വന്ന്, നിനക്കെന്നെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാം, അത് കഴിഞ്ഞിട്ട് നിന്നെ വീട്ടിലും കൊണ്ടുവിടാം എന്നത്രയും ചിരിച്ചുകൊണ്ട് പറയുമ്പം ജെയിൻ ഉണ്ടോ സമ്മതിക്കാതിരിക്കുന്നു. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ചെക്കനുണ്ട് അടികൂടി അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ ഇഞ്ച് ബൈ ഇഞ്ച് നോക്കുന്ന നടക്ക്. ഇത് ശ്രദ്ധിക്കുന്ന പാട്രിക്ക് ഒന്ന് ചിരിച്ചിട്ട് നോക്കി ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ നോക്കിയാലും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് തിരിച്ചു ചോദിക്കുമ്പം അത് ഞാനെപ്പോഴും നിന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ടറിയാം. ഇന്ന് വളരെയധികം ക്യാഷ്വലായിട്ട് പറയുന്നു. ജെയിനും ഭയങ്കര ഹാപ്പി. അപ്പോഴാണ് ചോദിക്കുന്നത്, എനിക്കിപ്പോൾ ഒക്കെ പഠിക്കാൻ ഭയങ്കര ടഫായിട്ടുണ്ടോയെന്ന്. ഇപ്പം അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അടുത്ത കൊല്ലമാണ് കൂടുതൽ പഠിക്കാനുണ്ടാവുക, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാനേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ക്വയറ്റായിട്ടുള്ള പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ ഒരുമിച്ചിരുന്ന് അസൈൻമെൻറ്റ് ചെയ്താലോ. അവനവൻ്റെ വർക്ക് ചെയ്യാം, പക്ഷെ ഒരുമിച്ചിരുന്ന് ചെയ്യാം. നിനക്കത് ഓക്കെയാണോ? ജെയിനാണെങ്കിലോ പാട്രിക്ക് എന്ത് വെച്ചാൽ യെസ് പറയുന്ന കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ആ ചക്ക ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരി നോക്കിക്ക്. അങ്ങനെ ക്വയറ്റായിട്ട് ലൈബ്രറിയിലാണ് പോയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അകലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെയിൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന പാട്രിക്ക് കണ്ണുകൊണ്ട് തന്നെ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നുള്ള രീതിക്ക് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ നോക്കുന്നത് ഇവൻ ആരുടെ ലൈബ്രറിയിലെ മൊത്തം സീൻസും അത്രയും ഭംഗിയായിട്ടുള്ള ഇതാണ്. ജെയിൻ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് കൈയൊക്കെ കെട്ടിയെന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് ആ പാട്രിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെയിൻ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ജെയിൻ തന്നെ നല്ല ഹാപ്പി ആവുന്നുണ്ട്. ഇവൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മാറി മാറി വെവ്വേറെ സീൻസും കൂടെ കാണിക്കും. അത് കണക്ക് ഇവനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരു ആർട്ട് കോമ്പറ്റീഷൻ്റെ പോസ്റ്റർ ഇരിപ്പുണ്ട്. ജയിച്ചാൽ നല്ല പ്രൈസ് കിട്ടും. അതിൻ്റെ തീം ദ പേഴ്സൺ ഐ ട്രസ്റ്റഡ് ദ മോസ്റ്റ് എന്നുള്ളതാണ്. ഇത് നോക്കുമ്പോൾ അഗെയിൻ ഇവർ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നതാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അപ്പുറത്തിരിക്കുന്ന പാട്രിക്കിനെ നോക്കിയാൽ അവിടെ ചെക്കനെ കാണുന്നില്ല. ഇതെവിടെ പോയിന്ന് ചുറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ പാരലായിട്ട് വേറൊരു സീനും കൂടെ കാണിക്കുന്നു.
ഇവർ നേരത്തെ ബുക്ക് എടുത്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് പാട്രിക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി ബുക്കിൻ്റെ ഇടയിലൂടെ എങ്ങനെ പാട്രിക്ക് എവിടെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിപ്പോൾ ഇവിടെയും പാട്രിക്കിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാരോ ബേക്കിൽ നിന്ന് അവനെ കോട്ടിട്ട് കൊടുക്കുന്നു. കുട്ടിക്ക് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. വേറെ പാട്രിക്ക് തന്നെ. അങ്ങനെ ചെക്കനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇവനാണെങ്കിലും നോക്കി ഒന്ന് ചിരിച്ച് തലയിൽ ചെറുതായിട്ടൊന്ന് തലോടി കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ ടേബിളിലിരിക്കുന്ന പോസ്റ്റർ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പാട്രിക്കിനെ നോക്കിയാൽ ചെക്കൻ ഓൾറെഡി അങ്ങനെ എന്താ പറയുക കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ മുന്നേ അവൻ റാക്കിൽ കൂടെ അങ്ങനെ നമ്മുടെ പാട്രിക്കിനെ നോക്കി പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പാട്രിക്ക് എന്നെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നീ ഏത് ബുക്കാണ് നോക്കുന്നത്, എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഡിജിറ്റൽ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. എനിക്കൊരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ചെയ്യാൻ. പക്ഷേ ക്യാമ്പയിന് വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റ് എടുക്കണമെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇട്ടിട്ടില്ല എന്ന് പറയുമ്പം നിനക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന തുടങ്ങി. നിനക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലി ഒരു ചൈനീസ് മെഡിസിൻ ഷോപ്പാണ് നടത്തുന്നത്. സോ ചൈനീസ് മെഡിസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വയസ്സായവരാണ്. ഓഹോ, എന്നാൽ പിന്നെ നിനക്ക് പുതിയൊരു മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തൂടെ? വയസ്സായവർക്ക് മാത്രമേ നിൻ്റെ കസ്റ്റമേഴ്സ് ആവാവുന്നില്ലല്ലോ. ഇപ്പോഴൊക്കെ ചൈനീസ് ഡ്രാമാസ് വളരെയധികം പോപ്പുലറാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, ഫസ്റ്റ് ഞാനത് ട്രൈ ചെയ്യാം, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവനിങ്ങനെ പോകുന്നത് ഹാപ്പി ആയിട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാട്രിക്ക്. അടുത്ത സീനിലെ ജെയിൻ അവൻ്റെ ഷോപ്പിൽ ഇരുന്നിട്ട് കാര്യമായിട്ട് എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവന് പാട്രിക്കിനെ കുറിച്ച് ചിന്ത വരുന്നുണ്ട്. ഇവൻ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റും പിടിച്ചുകൊണ്ട് പാട്രിക്ക് നിൽക്കുന്നതായിട്ട് അതും അങ്ങനെ ചെക്കന് ചിറകൊക്കെ ഉണ്ട്. ഇതും നോക്കി ഒരു പൊട്ടനെ പോലെ ചിരിക്കുന്ന കണ്ടിട്ട് അനിയത്തി നോക്കുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തുകൂടെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന വല്ല പ്രേതം ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചാൽ പ്രേതമൊന്നുമല്ല, പക്ഷെ ഡെവിൾ ഉണ്ട് എന്ന്. ഇവൻ എന്ത് തേങ്ങയായി പറയുന്നതെന്ന് അവൾക്കുണ്ടോ മനസ്സിലാവുന്നു. അങ്ങനെ കുട്ടി സീരിയസ് ആയിട്ട് അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഇപ്പുറത്ത് വേറൊരു പയ്യനെ കാണിക്കുന്നുണ്ട്. ആൾ ഭയങ്കര കാര്യമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര സൗണ്ടിലൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ ആരോ ഒന്ന് ഡോർ നോക്ക് ചെയ്യുന്നൊന്നും കേൾക്കൊന്നും കൂടി ഇല്ല. ജെയിനാണ് വന്നേക്കുന്നത്. നേരെ കഥകം തുറന്നു വരുമ്പം എന്നിട്ടും അവിടെ വന്നിട്ട് എടാ ജെറ്റേ ജെറ്റേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എവിടെ കേൾക്കുന്നു, പക്ഷെ അടുത്തേക്ക് പോകുമ്പം ഒറ്റ ഒരെണ്ണം കൊടുക്കാൻ പോകുന്നുണ്ട്. എന്തുകൂടെ കൊല്ലുമെന്ന് ചോദിക്കുന്നതിന് നിൻ്റെ അടുത്ത് ആരാ നോക്കിയാൽ വരാൻ പറഞ്ഞത് എന്ന് ആ ചെക്കൻ. കൊള്ളാം, ഇപ്പം എങ്ങനെ ഇരിക്കുകയാണ്, നീ ആദ്യം പോയിട്ട് ആ മ്യൂസിക് ഓഫാക്കി വെക്ക്. നമ്മുടെ ജെയിൻ വരാനുള്ള കാരണം വേറെ ഒന്നല്ല, ഈ ചെറുക്കൻ്റെ അടുത്ത് ഒരു പച്ച കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുത്ത സീനിൽ നോക്കിയാൽ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നെർവസ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ അവൻ്റെ പ്രൊഡക്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് നമ്മുടെ മോഡൽ വരുന്നുണ്ട്. അത് മോഡൽ വരുന്ന കോലം നോക്കിക്കേ, ചെക്കനൊക്കെ അങ്ങ് പട്ടവടയായി പോകുന്നുണ്ട്. സ്ക്രീനിലൂടെ കാണുന്ന നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് കൂടുമെങ്കിൽ അവിടെ നേരിട്ട് കാണുന്ന ജെയിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതും ക്രഷും കൂടി ഉണ്ട്. അതും അടിമുടി ഒന്ന് ക്ലോസ് ആയിട്ടും കൂടെ നോക്കുമ്പം നല്ല പടപടയുന്നുണ്ട്. ഞാൻ ഷർട്ട് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നെർവസ് ആയിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് അവിടെ നമ്മുടെ പാട്രിക്ക് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സോ പുള്ളിക്കാരൻ ഇൻറ്റൻഷനലി തന്നെ ചെയ്യുന്നതാണ്. കുട്ടി ഭയങ്കര നെർവസ് ആയിട്ട് ആ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. അവനും അത് മേടിക്കാൻ പോകുമ്പം കയ്യിലേക്ക് കൊടുക്കുന്നില്ല. പാട്രിക്കിനാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ ഇട്ടില്ലാന്നും പറഞ്ഞ് അതിട്ടും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാട്രിക്ക് അങ്ങനെ അങ്ങ് തിരിയും. എന്നിട്ട് നോക്കുന്ന ഒരു നോട്ടം, ചെയിൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്ലോസപ്പിൽ ആ ലിപ്സൊക്കെ കാണിക്കുമ്പം അത് പയ്യൻ നോക്കുന്ന ഒരു നോട്ടം, എൻ്റെ പൊന്നിയെ സ്ക്രീനിലൂടെ കാണുന്ന നമുക്ക് എന്തേലും ഇപ്പോൾ അച്ഛാതെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാവം ചെയിൻ ഒരുവിധം തട്ടുതടുമാറി ഇങ്ങനെ എൻ്റെ ഇവിടെ മോഡലായിട്ട് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനതൊരു സമ്മതിക്കുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പം ഇതൊന്നും വലിയ കാര്യമല്ല, നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്ത് വേണേലും ചെയ്യും എന്നത്രയും ഡീപ്പായിട്ട് പറയുന്ന പാട്രിക്ക്. പാവം ജെയിൻ്റെ അവസ്ഥയാണ് കഷ്ടം. പിന്നെ അതിൻ്റെ മേലെ കോട്ട് പോലെ പറഞ്ഞിടാനുണ്ട്, അതും കൂടി എടുത്തിട്ട് വന്നിട്ട് അവൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് സോഷ്യൽ മീഡിയ ഇല്ല, ആരെക്കൊണ്ടും ഫോട്ടോ വീഡിയോ അങ്ങനെയൊന്നും എടുക്കാൻ പെട്ടെന്ന് സമ്മതിക്കുന്ന കൂട്ടത്തിലല്ല. എന്നിട്ട് പോലും അവൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുക്കാൻ കൂടി ഇപ്പോൾ ഏതാ മോഡലായിട്ട് നിൽക്കുന്നു. എന്നൊക്കെ കാണണം. അങ്ങനെ പ്രൊജക്റ്റൊക്കെ റെഡിയാക്കി ക്ലാസ്സിലത് പ്രസൻറ്റും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്രേ സൂപ്പറായിട്ടുള്ളൊരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇൻറ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പാട്രിക്കിനെ വെച്ചിട്ടെടുത്തുള്ള ഒരു ഫോട്ടോസൊക്കെ വരുന്നത്. അത് കാണുന്ന ക്ലാസ്സിലെ പിള്ളേരൊക്കെ
ഓ, ഇതൊക്കെ എപ്പോ എന്നുള്ള രീതിക്ക് അവർക്ക് ഭയങ്കര ഷോക്ക്. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാത്ത ഒരാളാണ് പാട്രിക്ക്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തിരിക്കുമ്പം ഗ്യാപ്പ് അപ്പോഴും എടാ ശരിക്കും സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്രിക്ക് എൻ്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ കിങ്, ആ പെണ്ണ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നീ പാട്രിക്കിനെ മോഡലാക്കി കൊണ്ടുവന്നേന്ന്. അതെ അതെ, നിങ്ങൾ രണ്ടും ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആണല്ലോ, ഇനിയിപ്പോൾ സീക്രട്ടായിട്ട് ഡേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഗ്യാപ്പ് ചോദിക്കുന്നുണ്ട്. പുട്ടടക്കം എല്ലാവരും അവൻ എന്ത് പറയുന്നുള്ളത് ഭയങ്കര ആവലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം എന്തൊക്കെയാണ് ഈ പറയുന്നത്, അങ്ങനൊന്നുമില്ല, എനിക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല. ഓഹോ, അതിന് നിനക്ക് അവനെ ഇഷ്ടമാണോ ആരും ചോദിച്ചില്ലല്ലോ. പാവം കൊച്ചപ്പെട്ട് തമാശയൊക്കെ കളിച്ചിരിക്കുമ്പം നിനക്ക് അവനെ ഇഷ്ടമല്ല എന്നുള്ളത് ഉറപ്പാണോ എന്ന് പുട്ട് ചോദിക്കുന്നുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിക്കും ഇല്ലെന്നേ. അപ്പം അവന് നിന്നെ ഇഷ്ടമാണെങ്കിലോ എന്ന് ഗ്യാപ്പ് ചോദിക്കുന്ന കേട്ടിട്ട് കുട്ടി കുറച്ച് സാഡായിട്ട് പറയുന്നുണ്ട് അവനെന്തിനാ എന്നെയൊക്കെ ഇഷ്ടപ്പെടുന്നേന്ന്. അപ്പം പുട്ട് പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലേക്ക് നീ ഓരോന്ന് കയറ്റി കൊടുക്കുന്നേന്ന്. ആ പെണ്ണാണെങ്കിൽ നിനക്ക് ശരിക്കും അവനെ ഇഷ്ടമല്ലല്ലോ അല്ലേ. ഹൗ, എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത്. നിനക്ക് അവനെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുത്തേക്കാവോ എന്ന് ചോദിച്ച് ഒരു ഗിഫ്റ്റ് എടുത്ത് നീട്ടുന്നുണ്ട്. ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന വായും കൊണ്ട് മാത്രമേ നമ്മുടെ കൊച്ചു പറഞ്ഞിട്ടുള്ളൂ. പാവം അതിനാണെങ്കിൽ അത് കണ്ടിട്ട് വിഷമവും വരുന്നു. എന്നാ പിന്നെ നിനക്ക് എന്നെ അങ്ങ് പോയി കൊടുത്താൽ പോരെ എന്നേ ഗ്യാപ്പ് ചോദിക്കുന്നുണ്ട്. അതോ, എനിക്ക് നാണമാണെന്നേ, എംബാരസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് പുട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അത് കണ്ട് ചിരിച്ചോണ്ട് നീ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നേ, നിനക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞേ, അതങ്ങെടുത്ത് കൊടുത്തേക്ക് എന്നങ്ങ് പറയാണ്. ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിലും മേടിച്ചു വെക്കുന്നുണ്ട്, വേറെ തൽക്കാലത്തേക്കൊന്നും ചെയ്യാനില്ലല്ലോ. ആ ഗിഫ്റ്റ് പാട്രിക്കിന് കൊടുക്കാൻ അവനൊരു തുള്ളി പോലും താല്പര്യമില്ല എന്നുള്ളത് അവനെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് പുട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ജെയിനെന്നും നമ്മുടെ ആ പാട്രിക്കിനെ പി ജെയിൻ എന്ന് വിളിച്ചാലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? വായിൽ കിട്ടുമോ അറിയത്തില്ല, എന്തായാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് മുതൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കമൻറ്റിൽ പറയാമല്ലോ. ഈ ജെയിൻ കാരനാണല്ലോ നമ്മുടെ ജെയിനിന് പ്രൊഫസറിൻ്റെ അടുത്ത് നിന്ന് അത്രയും പ്രൈസ് കിട്ടിയതും പോരാത്തതിന് ആ പ്രൊജക്റ്റിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്കിത് കേട്ടിട്ട് സർപ്രൈസിങ് ആയിട്ടില്ല. നിന്നെ കൊണ്ടത് പറ്റുന്നുള്ളത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടില്ലേ, നിന്നെ എനിക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും കുറേ നേരമായിട്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പം ഇവൻ പറയുന്നുണ്ട് ഞാനൊരു ആർട്ട് കോമ്പറ്റീഷനിൽ എൻട്രി ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. ഏത് ദ പേഴ്സൺ ഐ ട്രസ്റ്റ് ദ മോസ്റ്റോ. ആഹാ, ഇതൊക്കെ എങ്ങനെ അറിയാം? നീ ലൈബ്രറിയിൽ നിന്ന് അത് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. അതൊക്കെ പോട്ടെ, ആരെയാ വരയ്ക്കാൻ പോകുന്ന ഞാൻ ചോദിക്കുമ്പം അതിപ്പോൾ പറയാൻ പറ്റില്ല, സർപ്രൈസാണ് എന്നും പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ചിരിച്ച് എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ പെണ്ണ് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നത്. തനിക്ക് എന്തോ തരാനുണ്ടെന്ന് പറഞ്ഞ് അവൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴേ അതൊന്നും വേണ്ട, നീ ഓൾറെഡി എനിക്ക് ട്രീറ്റ് ചെയ്തല്ലേ എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവൻ തിരിഞ്ഞേണ്ടത് ഹാപ്പിയായിട്ട് തന്നെ മേടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമയത്താണ് ജെയിൻ പറയുന്നത് അത് കിങ് തന്നതാണ്, അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നല്ല കുട്ടിയാ, സംസാരിക്കാനൊക്കെ നല്ല ഫണ്ണായിരിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു. ഇത് കേൾക്കുന്നതും പി ജെനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെന്നുള്ളത് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് വേറൊരാൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് അത് അവൻ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണേലും ദേഷ്യം വരുമല്ലോ. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ജെയിൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാത്രമേ പി ജെയിൻ സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ റഫായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ നീ എനിക്ക് തരുന്നത്, അപ്പം നിന്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് എനിക്ക് കൊണ്ടു തരുമ്പോൾ നിനക്ക് ഒരു ഫീലും ഇല്ല അല്ലേ. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നടന്ന് പോകുന്നുണ്ട്. ജെയിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് അത് കൊണ്ടു കൊടുത്തത്. പക്ഷെ ഇപ്പം എന്തോ ചെയ്യണമെന്ന് അവനും മനസ്സിലാവുന്നില്ല, നല്ല വിഷമിച്ചിരിക്കുന്നുണ്ട്. ഈ ജെയിൻ തന്നെയാണ് ജെയിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതും. പക്ഷെ ആ സമയത്ത് പോലൊന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ഇവനെന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴേക്കും മുഖം തിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ജെയിനും ഭയങ്കരമായിട്ട് വിഷമാവുന്നു. ഇവൻ ഇറക്കി വിട്ടിട്ട് ഒന്ന് ബൈ പോലും പറയാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്ന പോലും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഷോക്കായിട്ട് കട്ടിലയിൽ ഒന്ന് കിടക്കുമ്പോഴാണ് ആ ഗിഫ്റ്റ് കൊടുത്തു എന്ന് ചോദിച്ച് കിങ്ങിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നത്. ആ കൊടുത്തു എന്ന് മെസ്സേജ് അയച്ച് പിന്നെ ഷോക്കായിട്ട് കിടക്കുന്ന പാവം ചെയ്യുന്നു. എന്നാൽ പിന്നെ അടുത്ത ദിവസം ഡാൻസിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഈ ജെയിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാത്ത കണ്ടിട്ട് വരുന്നില്ലേന്ന് വെച്ച് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഒന്നും വരുന്നില്ല. ഇവനിങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് പുട്ടും ശ്രദ്ധിക്കുന്നുണ്ട്, ഗ്യാപ്പും ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്യാപ്പ് അടുത്ത് വന്നിട്ട് എടാ ടെൻസ്ഡ് ആവണ്ട, ആള് വരുന്നും പറഞ്ഞ് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വാതിൽ തുറന്ന് ആരോ വരുന്നുണ്ട്. ഇവനും ഭയങ്കര പ്രതീക്ഷയോടെ ഈ ജെയിനായിരിക്കും എന്നും പറഞ്ഞ് നോക്കുമ്പം അങ്ങോട്ടേക്ക് വരുന്നത് ടീച്ചറാണ്. ടീച്ചർ ഇവൻ്റെ അടുത്ത് നേരെ വന്നിട്ട് ഇന്ന് ബിഗ് ജെയിൻ വരത്തില്ല എന്ന് പറഞ്ഞിരുന്നു, നീ വിഷമിക്കണ്ട, നിനക്ക് പെയറായിട്ട് വേറെ ആരെങ്കിലും സ്വിച്ച് ചെയ്ത് വിടാം, അതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ പയ്യന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് മാച്ച് നടക്കുന്നുണ്ട്.
ഇവരിങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ ടീമിൽ ഒരു പയ്യനുമായിട്ട് തട്ടി ജെയിൻ താഴെ വീഴുന്നുണ്ട്. രണ്ടുപേരും താഴെ വീഴുന്നുണ്ട്. പക്ഷേ ജെയിൻ പെട്ടെന്ന് എണീറ്റ് നിങ്ങൾ ഓക്കെ ആണോ, സോറി ഞാൻ അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുമ്പം ആ വീണ ചെറുക്കിന് വലുതായിട്ട് പറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അടിയാവുന്നു. അങ്ങനെ റഫറി വന്നിട്ട് യെല്ലോ കാർഡ് കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഇവരെല്ലാം എപ്പോഴും പോകുന്ന ആ ഒരു ബാറിലാണ് എല്ലാവരും ഉള്ളത്. ഇവരാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജെയിൻ മാത്രം ഭയങ്കര ഷോക്കായിട്ട് ഈ ജെയിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ ഇരിക്കുകയാണ്. ആ ഇരിപ്പ് കണ്ടിട്ട് ഗ്യാപ്പും ഫുഡും വന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്ത് പറ്റിയിടാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നോ റിപ്ലൈ. ഇത് കാണുന്ന പുട്ട് എന്താ പിന്നെ ഞാൻ പോവാണ്, ഇവനെന്തായാലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അവൻ പോയി കഴിഞ്ഞതും പുലമ്പുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് വന്ന ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലേ ഉള്ളൂ, അതിനെന്നെ ഇനി കാണുവേ വേണ്ടാന്ന് തീരുമാനിക്കാനും മാത്രമുള്ള ഒരു തെറ്റാണോ ഇത്? നീ തന്നെ പറ, എന്തിനായിരിക്കും ആൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാവുക? ഫിൽറ്റർ ഒന്നും ഇല്ലാതെ, ഷുഗർ കോട്ടിംഗ് ഒന്നും ഇല്ലാതെ, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ചിന്തിക്കാതെ നീ പറ എന്ന് പറയുമ്പം എനിക്കറിയത്തില്ല എന്ന് ജെയിന്. എന്നാൽ പിന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അടി മനസ്സിൽ ആ ഒരു ഗിഫ്റ്റ് പി ജെയിന് കൊടുക്കണമെന്ന് നിനക്ക് ഉണ്ടായിരുന്നു? ഇല്ല എന്നുള്ളത് അവൻ്റെ മുഖത്ത് തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കാതെ ഗ്യാപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ പി ജെയിൻ്റെ സ്ഥാനത്ത് ഗ്യാപ്പ് ആയിരുന്നെങ്കിൽ അവൻ ദേഷ്യപ്പെടുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടിരിക്കും എന്നാണ് അവൻ പറയുന്നത്. കുട്ടി ഒരുപാട് കുടിച്ചിട്ട് ബാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ്. നന്നായിട്ട് ഛർദ്ദിക്കാനും വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ട് തടുമാറി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇവരുടെ ഓപ്പോസിറ്റ് ടീമിൽ ഇവനൊരാളെ ഇടിച്ചില്ലായിരുന്നു. ആ പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കൂടെ രണ്ടുപേരെയും കൂട്ടിയിട്ട്. പോയി പിടിക്കുകയെന്ന് പറഞ്ഞ് ഇവരവനോ പോയി പിടിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ ക്ഷമ ചോദിച്ചല്ലേ എന്ന് ഇവൻ പറയുമ്പം അതൊന്നും പോരാന്നും പറഞ്ഞ് ജോബ് എന്നാണ് ആ പയ്യൻ്റെ പേര്. ആ പയ്യനെങ്ങനെ നിൽക്കുമ്പം ഇവനാണെങ്കിൽ കാലിനിട്ട് ഒറ്റ ചവിട്ട്. നല്ല ദേഷ്യം വന്ന് അവനിട്ട് രണ്ടെണ്ണം കൊടുത്തതിന് ശേഷം ഇവരുടെ അടുത്ത് ചുറ്റികയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അത് വെച്ചിട്ട് ഇവൻ്റെ കാല് തല്ലിയൊടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇവൻ കാരനാണ് ഇവർ തോറ്റേന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുറ്റിക എടുത്ത് അടിക്കാൻ ഓങ്ങുമ്പോഴാണ് അവിടെ വാതിലും തുറന്ന് ഒരു പേഴ്സൺ അകത്തേക്ക് ഇരുന്നത്. നോക്കുമ്പം ഗോഡ് ജെയിൻ, അഥവാ നമ്മുടെ പി ജെയിൻ വന്ന് നല്ല ദേഷ്യത്തിൽ അവിടെ ഉള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നത്തിലൊന്നും വീഴണ്ടാവുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് ഓടിക്കോളാൻ. കേൾക്കേണ്ട താമസം ജെയിനെ പിടിച്ചടിച്ചിരുന്ന രണ്ടുപേരും അവിടുന്ന് ഓടുന്നുണ്ട്. പക്ഷേ ജോബ് അങ്ങനെ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നോക്ക്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ വെറുതെ ഇതിൽ ഇടപെടണ്ടെന്നും പറഞ്ഞ് എക്കീൻ പോയിട്ട് ജെയിൻ്റെ കാലിലൊടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക്കെടുത്ത് പോകുന്നുണ്ട്. അടുത്ത നിമിഷം മുഖത്തിനിട്ട് എന്നെ പടക്കിയെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. നിലത്ത് വീണ് കിടക്കുന്ന അവൻ്റെ കയ്യിൽ ആ ചുറ്റിക അപ്പോഴും ഉണ്ട്. ആ കയ്യിലേക്ക് തന്നെ നന്നായിട്ട് ചവിട്ടി മെതിക്കുന്ന രീതിക്ക് നന്നായിട്ട് അങ്ങ് അരച്ചു കൊടുത്ത് ഒരു ചവിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അതും അത്രയും ദേഷ്യത്തിൽ. എന്നിട്ട് ജെയിനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വരുന്നു. അത് ആ റോട്ടിൽ കൂടെ അങ്ങനെ കയ്യും പിടിച്ച് കൂട്ടിയിട്ടിരുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ നിന്നിട്ട് ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് പി ജെയിൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ ബേക്കി കൂടെ ഹഗ് ചെയ്തിട്ട് ഞാനിന്ന് നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തോട്ടേന്ന് ചോദിക്കുകയാണ്. അവൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നതായിട്ട് കാണാം, പക്ഷെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ നോക്കിയാൽ നമ്മുടെ പി ജെയിൻ്റെ വീട്ടിലാണ് ജെയിൻ ഉള്ളത്. അവനെ സോഫയിൽ കൊണ്ടിരുത്തി എണീറ്റ് പോകാൻ നിൽക്കുമ്പം കയ്യിൽ പിടിച്ചിട്ട് എണീറ്റ് നിന്ന് പി ജെയിൻ്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അതിൽ ലോക്കിൻ്റെ തന്നെ കൂട്ടൊരു ലോക്കറ്റ്. അതെന്തോന്ന് ചോദിക്കുന്നുണ്ട്. സീക്രട്ട് ആണെന്ന് പി ജെയിൻ. സീക്രട്ടോ? ശരിക്കും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നീ ഭയങ്കര മിസ്റ്റീരിയസാ. എനിക്കറിയത്തില്ല ശരിക്കും നിനക്ക് എന്താണ് എന്നെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിനക്കെങ്ങനെയാണ് എന്നെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്ന് തിരിച്ച് പി ജെയിൻ ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എന്നെ എനിക്കിഷ്ടമാണ്. നിങ്ങളെന്നെ വാല്യുബിളായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ട്, അതെനിക്കിഷ്ടമാണ്. നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിങ്ങൾ മുന്നേ പറഞ്ഞത് കണക്ക് ഞാനത്ര സ്പെഷ്യലാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ആടിയാണ് പറയുന്നത്. അവനെ പിടിച്ചു നിർത്തിയിട്ട് നിനക്കറിയോ, അതേ കാരണം കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ നീ സ്പെഷ്യലാവുന്നത്. അപ്പോൾ ജെയിൻ പറയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന പി ജെയിനെ തൻ്റെ അടുത്തേക്ക് നിർത്തിയിട്ട് കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പക്ഷെ കിസ് ചെയ്തോ ഇല്ലേ? ജെയിൻ വോമിറ്റ് ചെയ്യോ അതോ പി ജെയിൻ കിസ് ചെയ്യോ? അല്ലെങ്കിൽ പയ്യൻ ഡെവിളാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കൂ? ഓ ഗോഡ്, ഇത് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം.